ഒരു ദിവസം 2 ഗപ്പികളുണ്ടായിരുന്ന ഫിഷ് ബൗൾ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് ഒരു ഗപ്പി ചത്തതും അതിന് പകരം ഒരുപാട് ഗപ്പിക്കുഞ്ഞുങ്ങൾ ഇരിക്കുന്നതും കണ്ടത്. അപ്പം ചത്ത ഗപ്പിയുടെയാണോ അത് ഉണ്ടായിരുന്ന ഗപ്പിയുടെയാണോ എന്നറിയില്ല ഈ കുഞ്ഞുങ്ങൾ കേട്ടോ. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റേ ഗപ്പിയും കൂടെ ചത്തുപോയി. എന്തായാലും ഇന്ന് ഇതിനൊന്ന് മാറ്റിയിടാമെന്ന് വിചാരിച്ചപ്പോൾ ഉണ്ടായിരുന്ന വലിയൊരു പോട്ടിനകത്ത് ഞാൻ ഈ ഗപ്പിക്കുഞ്ഞുങ്ങളെ മാറ്റുവാണേ. കൈ കൊണ്ടോ വല കൊണ്ടോ ഇടാമെന്ന് വിചാരിച്ച് ഇതുങ്ങൾ കല്ലിൻ്റെ ഇടയിൽ പോയി ഇരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ മെല്ലെ വെള്ളത്തോടുകൂടെ ഇടുവാണ് കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാ മീനുകളും പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ വെള്ളം ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പികളൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ കല്ലുകളൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തു കേട്ടോ. കാണുന്ന പോലെയൊന്നുമല്ല, ഒരുപാട് ചെളി ഉണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോൾ ഗപ്പിക്കുഞ്ഞുങ്ങൾ ഒരു കുഴപ്പമില്ലാതെ നീന്തി തുടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. ക്ലീൻ ആക്കിയ ബൗളിനകത്ത് ഞാൻ വീണ്ടും മണി പ്ലാന്റുകൾ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പുറത്ത് വെള്ളം ഉണ്ടായിരുന്ന പോട്ടിനകത്ത് ഗപ്പിക്കുഞ്ഞുങ്ങൾ ഇടാനുള്ള കാരണം കൊതുകുകൾ വരാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ മുട്ടയിടലൊന്നും ഉണ്ടാവില്ല കൊതുകുകൾ. അപ്പോൾ മണി പ്ലാന്റ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ടോ?